വേൾഡ് റിലീസായ രീതിയിൽ ഒരു സിനിമ അവതരിപ്പിക്കുകയുണ്ടായി 1-2 കൊല്ലം മുമ്പ്. പർദ്ദയിട്ട താത്തമാരും കാക്കമാരും ഒക്കെ കുറെ കാലമായല്ലോ ഞങ്ങളിങ്ങനെ അൽ ഈമാനു ബിൽ യൗമിൽ ആഖിറൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇതൊന്ന് പോയിട്ട് നേരിൽ കണ്ടേക്കാമെന്ന് കരുതിയിട്ട് തിയേറ്ററുകളിൽ നിറച്ച ഒരു രംഗമുണ്ടായിരുന്നു. അള്ളാഹു നമ്മുടെ സമുദായത്തെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ്. നിങ്ങൾ ഉൾക്കൊള്ളും. ആധുനിക കാലഘട്ടത്തിലും ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ച ഈ യുഗത്തിലും ഒരാൾക്കും ഒരു പ്രതീക്ഷയും വേണ്ട. ഈ ലോകത്ത് ഒരിക്കലും നമ്മുടെ അനുഭവത്തിലൂടെ അത് തിരിച്ചറിയുവാൻ കഴിയില്ല. നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അതിന് ഞാൻ ചോദിക്കുന്ന അതാണ്, എങ്ങനെയാ ഞങ്ങളിത് വിശ്വസിക്കുക എന്നാ ചോദിക്കുന്നത്. അങ്ങനെയാണ് ലേഖനങ്ങൾ എഴുതുന്നത്. യുക്തിവാദികൾ അങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ വിശ്വാസത്തെ വികലമായിട്ട് അവതരിപ്പിക്കുന്നത്. നമ്മൾ മുഅ്മിനീങ്ങളാണല്ലോ, നമുക്കറിയാമല്ലോ ഇത് നമ്മുടെ അനുഭവത്തിലൂടെ ആ സമയം മുതലല്ലാതെ നമുക്കറിയാൻ കഴിയില്ല. ഉദാഹരണമായി, ഒരു വ്യക്തി നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഈ സദസ്സിൽ വെച്ച് അങ്ങ് മരിച്ചു പോവുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ് നൽകുമാറാവട്ടെ. നിങ്ങൾ ആമീൻ പറയൂ. എല്ലാവർക്കെങ്കിലും ഒടിച്ച് മരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ പറയണ്ട. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ദീർഘായുസോടുകൂടെ ജീവിപ്പിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അങ്ങനെ മരിച്ചു പോവാണ്. നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാകുമല്ലോ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച്, നിങ്ങളുടെ മടിത്തട്ടിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ അനുഭവമുള്ള എത്രയോ ആളുകൾ ഉണ്ടാകും. അങ്ങനെ ഒരാൾ ഈ സദസ്സിൽ വെച്ച് നമ്മുടെ കൺമുമ്പിൽ വെച്ച് മരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആ വ്യക്തി നമ്മൾ കാണാത്ത എത്രയോ കാഴ്ചകൾ കാണുന്നുണ്ട്. നമ്മൾ കേൾക്കാത്ത കേൾവി അയാൾ കേൾക്കുന്നുണ്ട്. അയാൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ ഒന്നും നമുക്കറിയാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, നിങ്ങളുടെ ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ആത്മാവ് അസ്രാഈൽ അലൈഹിസ്സലാം പിടിച്ച് അതവന്റെ തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ ആ മനുഷ്യനെ ഇങ്ങനെ മുഖാമുഖം നോക്കുന്നുണ്ട്. അയാൾ മരിക്കുന്നത് നിങ്ങൾക്കറിയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിലും വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും, നിങ്ങളെക്കാൾ ആ മനുഷ്യനോടടുത്തവൻ നമ്മളാണ്. വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങൾക്കയാൾ കാണുന്നത്, നിങ്ങൾക്കയാൾ കേൾക്കുന്നത് ഒന്നുമേ അറിയാൻ കഴിയില്ല എന്ന് സൂറത്തുൽ വാഖിഅയിലൂടെ അല്ലാഹു പറയുകയാണ്. നിങ്ങൾ അറിയുക, ഞാനും നിങ്ങളും മരിക്കുന്ന സമയം മുതലല്ലാതെ ഈ പറയപ്പെടുന്ന ഒരനുഭവവും നമുക്കറിയാൻ കഴിയില്ല. മരിക്കുന്ന സമയം മുതലാണ് ഒരാളുടെ അവസാനം പരലോകയാത്ര തുടങ്ങുന്നത്. അഥവാ ഓരോ വ്യക്തികൾക്കും പരലോകമുണ്ട്. ഈ ലോകത്തിന് മൊത്തമായി ഒരു പരലോകമുണ്ട്. ഓരോ വ്യക്തിയുടെയും ആഖിറം എന്ന് പറയുന്നത് അവന്റെ മരണമാകുന്നു. അതെനിക്കിന്നാകാം, നിങ്ങൾക്ക് നാളെയാകാം, മറ്റേയാൾക്ക് ഇന്നലെയാകാം. ഏതായാലും അവൻ മരിക്കുന്ന സമയം മുതൽ ഇദാ മാത അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഒരാൾ മരിച്ചാൽ ഫഖദ് ഖാമത് ഖിയാമത്തുഹു, അവന്റെ പരലോകം സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പരലോകയാത്രയുടെ ഈ തുടക്കത്തെ നിങ്ങൾ ഓർക്കണമെന്ന് അക്സിറൂ ദിക്റൽ മൗത്ത്, മരണത്തിന്റെ ഓർമ്മയെ നിങ്ങൾ അധികരിപ്പിക്കണം. ആ ഓർമ്മ നിങ്ങൾ അധികരിപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരികയും നിങ്ങൾക്ക് ഈ ദുന്യാവിനോടുള്ള ഒരു ത്യാഗ മനസ്ഥിതി, ആർത്തിയുടെ കുറവ് അല്ലാഹു നൽകുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ
സ്വഹാബിയായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറയുന്നു, യഖൂലൂന അൽ ഖിയാമ അൽ ഖിയാമ, ആളുകൾ പറയുന്നു ലോകാവസാനം ലോകാവസാനം എന്ന്. എന്നാൽ മുഅ്മിനീങ്ങളെ ചെവി തുറന്ന് കേട്ടോളൂ, അൽ ഖിയാമത്തു ഖിയാമത്തുർ റജുലി മറജുലി മൗതുഹു, ഒരു മനുഷ്യന്റെ ലോകാവസാനം എന്ന് പറയുന്നത് അവന്റെ മരണമാണെന്ന് ബഹുമാനപ്പെട്ട മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാണിക്കുകയാണ്, ലോകാവസാനത്തിന് ഈ മനുഷ്യന്റെ ശരീരം ഈ പ്രപഞ്ചത്തിന് തുല്യമാണ്, ഭൂമിക്ക് തുല്യമാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ഗസാലി ഇമാം, മനുഷ്യരെ നിങ്ങളുടെ ശരീരം ഭൂമിക്ക് സമാനമാണ്. നിന്റെ ശരീരമാകുന്ന ഭൂമിയിലെ പർവ്വതങ്ങളാകുന്നു നിന്റെ എല്ലുകൾ. നിന്റെ തലയാണ് നിന്റെ ശരീരമാകുന്ന ഭൂമിയുടെ മേലെയുള്ള ആകാശം. നിന്റെ ഹൃദയമാണ് പ്രപഞ്ചമാകുന്ന അല്ലെങ്കിൽ ഭൂമിയാകുന്ന നിന്റെ ശരീരത്തിന്റെ സൂര്യൻ ഹൃദയമാണ്. നിന്റെ കണ്ണുകളും നിന്റെ ചെവികളും നിന്റെ മൂക്കും അതുപോലെയുള്ള അവയവങ്ങളും ഈ പ്രപഞ്ചമാകുന്ന നിന്റെ ശരീരത്തിലെ നക്ഷത്രങ്ങളാണ്. നിന്റെ ശരീരത്തിലുള്ള വിയർപ്പ് ഈ ഭൂമിയിലെ കടലുകളാണ്. അതുപോലെ തന്നെ നിന്റെ ശരീരത്തിലുള്ള രോമങ്ങൾ നിന്റെ ഈ ഭൂമിയിലെ സസ്യങ്ങളും വൃക്ഷങ്ങളുമാണ്. ഗസാലി ഇമാം ഇങ്ങനെ ഒരു ഉദാഹരണം കാണിക്കുകയാണ്. മരണം നിന്റെ അന്ത്യമാണ്, മരണം നിന്റെ അന്ത്യമാണ്. അഥവാ മരണം വന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വദുക്കത്തിൽ ജിബാൽ, പർവ്വതങ്ങളെല്ലാം കൂട്ടിയിടിക്കപ്പെടുന്നു. ശരീരത്തിലുള്ള എല്ലുകൾ മുഴുവൻ ഇങ്ങനെ കൂട്ടിയിടിക്കപ്പെടുകയാണ്. തലയുടെ എല്ലാ ഭാരങ്ങളും നഷ്ടപ്പെടുകയാണ്. ഇദശംസു കൂറത്ത്, സൂര്യൻ കെട്ടുപോവുകയാണ്. വഇദന്നുജൂമു കദറത്ത്, നക്ഷത്രങ്ങളെല്ലാം ഉതിർന്നു വീഴുകയാണ്. എന്നതുപോലെ അവന്റെ ഹൃദയം അസ്തമിക്കുകയാണ്. ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നിന്നുപോവുകയാണ്. രോമങ്ങളെല്ലാം വിജൃംഭിത വൃജാവുകയാണ്. അതെല്ലാം അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നഷ്ടമാവുകയാണ്. വിയർപ്പ് ഒഴുകുകയാണ്. ഒരു മനുഷ്യന്റെ മരണത്തോടുകൂടി ലോകാവസാനത്തിന്റെ സമയത്ത് ഈ പ്രപഞ്ചത്തിന് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു ചൂണ്ടിക്കാണിക്കുന്നു. മരണം ഒരു മനുഷ്യന്റെ പരലോക യാത്രയാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, നമ്മളിൽ നിന്ന് 978 മരിച്ചവരുടെ ഖബർ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. അതുപോലെ എത്രയോ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചു പോകുന്നു. അവരൊക്കെ അവരുടെ ജീവിതകാലത്ത് എന്തെല്ലാം ഈ മരണത്തിന് ശേഷം എന്തെല്ലാം അത്ഭുതകരമായ ആശ്ചര്യകരമായ എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നു. ഇദാ മാത അഹദുകും, നിങ്ങളിൽ നിന്ന് ഒരാൾ മരിച്ചാൽ രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിലുള്ള ഇരിപ്പിടമാണെങ്കിൽ അതല്ല നരകത്തിലുള്ള ഇരിപ്പിടമാണെങ്കിൽ അത് അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഓർക്കുക, ഞാനും നിങ്ങളും അടുത്ത നിമിഷം മരിക്കുന്നവരാണെങ്കിൽ പരലോകത്ത് നന്മയുടെ അനുഭവങ്ങളും തിന്മയുടെ അനുഭവങ്ങളും അനുഭവിച്ചു തുടങ്ങുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, തമൂതൂന കമാ തഈശൂൻ, എങ്ങനെയാണോ നിങ്ങൾ ജീവിച്ചത് ആ അവസ്ഥക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ മരണം സംഭവിക്കുന്നത്. നല്ലവരാണെങ്കിൽ നല്ല മരണം, നല്ല പരലോക യാത്രയുടെ തുടക്കം, സുഗന്ധപൂരിതമായ മരണം. എത്രയോ മരണങ്ങൾ അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവർക്ക് അല്ലാഹു നല്ല മരണം നൽകുകയാണ്. വന്നാസിആതി ഗർഖാ വന്നാശിതാതി നശ്താ,
വസ്സാബിഹാതി സബ്ഹാ ഫസ്സാബിഖാതി സബ്ഖാ. നല്ലവരാണെങ്കിൽ മലക്കുകൾ സ്നേഹമസൃണമായ പെരുമാറ്റമാണ്. അല്ലെങ്കിലോ വളരെ ക്രൂരമായി അവരുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് അങ്ങ് ഇരച്ചു കയറി അവരുടെ റൂഹിനെ ഇങ്ങ് വലിച്ച് പിടിച്ച് പുറത്തേക്ക് വേദനാജനകമായ മരണം അല്ലാഹു പറയുകയാണ് പരിശുദ്ധ ഖുർആനിൽ. നമ്മൾ അനുഭവിക്കേണ്ടി വരും, പലരും അനുഭവിച്ചു കഴിഞ്ഞു. നല്ല ആളുകളാണെങ്കിലോ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരും, സുഗന്ധമുണ്ടാകും. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സ്ത്രീ, എന്റെ കുടുംബ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ മാതാവ് മരിച്ചതിനെ കുറിച്ച് എന്നോട് പറയുകയുണ്ടായി. എനിക്കറിയാവുന്ന ഒരു സഹോദരിയാണ്, ഇബാദത്തിലായി ജീവിച്ച ഒരു സ്ത്രീയാണ്, അള്ളാഹുവിനെ പേടിച്ചിരുന്ന ഒരു ഉമ്മയായിരുന്നു, അന്യപുരുഷന്മാരെ കാണാൻ ഒരിക്കലും തയ്യാറാകാത്ത ഉമ്മയാണ്, ഹജ്ജിന് വേണ്ടിയല്ലാതെ യാത്ര ചെയ്തിട്ടില്ലാത്ത ഉമ്മയാണ്. തഖ്വയോടെ ജീവിച്ച ആ മാതാവ് മക്കളോട് പറഞ്ഞിരുന്നു, മക്കളെ, എന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകരുത്, എന്റെ മരണം അടുത്തുവെന്ന് എനിക്ക് തോന്നുന്നു. ചുറ്റുഭാഗത്തും കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ആ വല്യമ്മ മരിച്ചു പോയപ്പോൾ പിന്നീട് എന്നോട് അവർ പറഞ്ഞതാണ്, മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കവിടെ ഒരു സുഗന്ധം അനുഭവപ്പെട്ടു. പുഞ്ചിരിച്ചുകൊണ്ടുള്ള മരണം, ഈമാനോടുകൂടെയുള്ള മരണം. നല്ലവരാണെങ്കിൽ യാത്രയുടെ തുടക്കം സന്തോഷഭരിതമാണ്, ആനന്ദഭരിതമാണ്, ആഹ്ലാദഭരിതമാണ്. അനുഭവങ്ങൾ ധാരാളം. കേരളക്കരയിൽ ഒരു കാലത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഓടി നടക്കുകയും അഹ്ലുസുന്ന വൽ ജമാഅയുടെ നേതൃത്വ സ്ഥാനത്ത് കേരളക്കരയിൽ ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്ത ഈ കേരളത്തിന്റെ ഊർജമായിരുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ വലിയ മഹാനായിരുന്നു. 996 നമ്മളിപ്പോഴുള്ള ഈ റബീഉൽ ആഖിർ മാസത്തിലാണ് മഹാനവറുകളുടെ വഫാത്ത് സംഭവിക്കുന്നത്. ശംസുൽ ഉലമ ഞാൻ ദാറുൽ ഹുദയിൽ അന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, 1ാം വർഷം പഠിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പേരക്കിടാവന്റെ തൊട്ട് മുകളിലുള്ള ക്ലാസ്സിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെയും പേര് അബൂബക്കർ എന്ന് തന്നെയാണ്. ഉസ്താദ് അവറുകൾ മരിക്കുന്ന സമയം നമ്മുടെ ഉസ്താദുമാരിലൂടെ ഈ കേരളത്തിലെ ഒരുപാട് പണ്ഡിതന്മാരുടെ ഉസ്താദായ മഹാന്റെ മരണസമയം പണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് ഈ റബീഉൽ ആഖിർ മാസത്തിലെ ഒരു സുബ്ഹിയോടടുത്ത സമയം അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇങ്ങടുത്തേക്ക് വരൂ. എല്ലാവരും അടുക്കലേക്ക് വന്നു. അടുത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒരു യാസീനോദൂ. എല്ലാവരും ഉറക്കെ യാസീനോദാൻ തുടങ്ങി. സൗഭാഗ്യമേ, അവസാനം കേൾക്കുന്നത് യാസീനാണ്. യാസീനോദി കഴിയേണ്ട താമസം തൊട്ടടുക്കലുള്ള പള്ളിയിൽ നിന്ന് സുബ്ഹിയുടെ ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ചപ്പോ ബാങ്കിന്റെ ഓരോ ലഫ്ലിനും ശംസുൽ ഉലമ ഇജാബത്ത് ചെയ്യാൻ തുടങ്ങി. ബാങ്കിന്റെ അവസാനത്തെ ലഫ്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ മഹാനും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. വആഖിറു അൽഫാളിൽ അവാനി മുഖാരിനോ ബിഅംഫാസിഹി ഉഖറല്ലതി ലം തുആഖബി. ബാങ്കിന്റെ അവസാനത്തെ വചനവും ശംസുൽ ഉലമയുടെ അവസാനത്തെ വചനവും ഒന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, തമൂതൂന കമാ തഈശൂൻ. എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചത്, അങ്ങനെയായിരിക്കും നിങ്ങളുടെ മരണം. إن كان من المقربين. സൂറത്തുൽ വാഖിയ അല്ലാഹു പറയുകയാണ്,
അള്ളാഹുവിലേക്ക് അടുത്തവരാണ് എങ്കിൽ ഇബാദത്തുകൾ കൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണ് എങ്കിൽ ഫറൗഹും വറൈഹാനുൻ വജന്നത്തു നഈം, മരിക്കുന്ന വേളയിൽ അവർക്ക് ആശ്വാസമാണ്, അവർക്ക് വിശിഷ്ടമായ ഭോജ്യങ്ങളാണ്. ഇത് അമേരിക്കയിലെ കാര്യമല്ല, ഇതിന്റെ അടയാളമാണ്. പുഞ്ചിരിയോടുകൂടെയുള്ള മരണം. പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ നിരീക്ഷിക്കണേ. ആ മനുഷ്യന്റെ നെറ്റിപ്പടം വിയർക്കുകയും അവന്റെ കണ്ണുകൾ ഇങ്ങനെ പിടക്കുകയും അതിൽ നിന്ന് കണ്ണീരൊഴുകുകയും എന്നാൽ അവന്റെ മുഖം പുഞ്ചിരി അണിയുകയും ചെയ്യുന്നവനാണെങ്കിൽ ഫഹുവ മിൻ റഹ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ റഹ്മത്ത് അനുഭവിച്ചുകൊണ്ടാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ വായിൽ നിന്ന് അവന്റെ വായിൽ നിന്ന് നുര വരികയും അവനവന്റെ ഈ ചുമലുകൾ ഇങ്ങനെ ഇളക്കുകയും പേടിയും ഭയവും അവന്റെ മുഖത്ത് നിങ്ങൾ കാണുകയും ചെയ്താൽ മിൻ അദാബില്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടാണ് അവൻ മരിക്കുന്നതെന്ന്. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴും നമ്മുടെ മരണം ആരെങ്കിലും ഒക്കെ കാണുമല്ലോ. അതുകൊണ്ട് ദുആ ചെയ്യണം. പുഞ്ചിരിക്കുന്ന മരണത്തോടുകൂടെ ഈ ലോകത്തോട് വിട പറയാൻ നല്ലവരാണ് എങ്കിൽ ഫറൗഹും വറൈഹാനുൻ വജന്നത്തു നഈം. എനിക്കൊരു വല്യമ്മയുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട വാപ്പായുടെ ഉമ്മ 2, 3, 4 വർഷങ്ങൾക്ക് മുമ്പ്, അല്ല 5 വർഷങ്ങൾക്ക് മുമ്പ് അവർ ലോകത്തോട് വിട പറഞ്ഞു പോയി. നിങ്ങൾക്കും അനുഭവം ഉണ്ടാകും. വല്യമ്മമാർ നമ്മുടെ ഏറ്റവും വലിയ സ്നേഹിതന്മാരാണ്. വല്യപ്പമാരും. വല്യമ്മ മരണപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പ് അവർക്ക് അസുഖമുണ്ടായി. അൽഷിമേഴ്സ് ആയിരുന്നു അവരുടെ അസുഖം. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്ന രോഗമാണ്. എല്ലാം അവർ മറന്നുപോയി. എല്ലാം എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളുടെ പേര് മറന്നുപോയി. വല്ലാത്തൊരു രോഗമാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾക്കെന്താ മോഹമില്ലേ? അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഈ സദസ്സിൽ ആമീൻ പറയുന്ന ഓരോരുത്തരെയും അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അർദലിൽ ഉംരി. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിരുന്നു, റബ്ബേ, പ്രായമേറിയാൽ അത് നിന്ദ്യമാകുന്ന ഒരവസ്ഥയിൽ നിന്ന് എന്നെ നീ കാക്കേണമേ എന്ന്. വല്യമ്മാക്ക് വല്ലാത്ത ഒരു രോഗം. ഒക്കെ മറന്നു പോവുകയാണ്. പേര് മറന്നു, ഭക്ഷണം കഴിക്കാൻ മറന്നു. ഭക്ഷണം വായിലേക്ക് വെച്ചാൽ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള ഒരു സംഗതിയാണല്ലോ അത്. ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഭക്ഷണം വായിലേക്ക് വെച്ചാൽ അത് അകത്തേക്ക് അങ്ങ് ഇറങ്ങി പോകണമെങ്കിൽ അതിനൊരു ഓർമ്മ വേണം. അതുപോലും മറന്നുപോയി. ഒരു വെള്ളിയാഴ്ച രാവിലെയാണ് അവർ ലോകത്തോട് വിട പറയുന്നത്. പക്ഷേ എല്ലാം മറന്നപ്പോഴും അവിടുന്ന് മറക്കാത്ത ഒന്നുണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് അവർ മറന്നിരുന്നില്ല. അനുഭവമാണ്. കാരണം എന്താ? രാവിലെ ഞങ്ങളൊക്കെ എഴുന്നേൽക്കുമ്പോ കേൾക്കുന്നത് ഇവരുടെ ഓത്തായിരുന്നു, ഇവരുടെ നിസ്കാരമായിരുന്നു, സ്വലാത്തായിരുന്നു. നമ്മളുടെയൊക്കെ മനസ്സിൽ അവർ ലോകം തിരിയാത്തവരാണ്, ഭാഷ അറിയാത്തവരാണ്, വർത്താനം പറയാൻ കഴിയാത്തവരാണ്. വല്യമ്മ ആരോടെങ്കിലും ഒക്കെ ഗസ്റ്റുകളോട് വർത്തമാനം പറയുമ്പോ ചിലപ്പോ നമുക്ക് തന്നെ നാണക്കേട് തോന്നിയിരുന്നു അവരുടെ ആ ഒരു പ്രാകൃതമായ ഭാഷയിൽ. പക്ഷേ അവർ അല്ലാഹുവിനെ പേടിക്കുന്നവരായിരുന്നു. ആ പേടി നമുക്കാർക്കും ഇല്ലാതെ പോയല്ലോ. കയ്യിലെപ്പോഴും തസ്ബീഹ് മാലയുമായി. നാട്ടിലൊരാള് മരിച്ചാൽ വല്യമ്മ വീട്ടിൽ വന്നിട്ട് പറയാറുണ്ടായിരുന്നു, അയാള് പാവമല്ലേ, ഒറ്റക്കല്ലേ ഇന്ന് ഖബറിൽ കിടക്കുന്നത്, ആ മനുഷ്യന് വേണ്ടി ഞാനൊരു 70,000 ദിക്ർ ചൊല്ലട്ടെ എന്ന്. എന്നിട്ട് വല്യമ്മ അവരുടെ പേരിൽ 70,000 ദിക്ർ ഇങ്ങനെ തസ്ബീഹ് മാല മറിച്ച് ചെല്ലാറുണ്ടായിരുന്നു. എല്ലാം മറന്നിട്ടും അവര് മറക്കാത്ത ഒന്ന് എന്റെ ഉപ്പ ചൊല്ലിക്കൊടുത്തപ്പോ ചുണ്ടുകൾ അനങ്ങി. അവർ തസ്ബീഹ് ചൊല്ലി, അവർ കലിമ ചൊല്ലി ലോകത്തോട് വിട പറഞ്ഞു. തമൂതൂന കമാ തഈശൂൻ. മരണത്തിന്റെ വേള നിങ്ങൾ ആളുകളിലൊക്കെ സാധാരണ കേൾക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നല്ലവരാണെങ്കിൽ നല്ല അനുഭവം.
എത്ര അനുഭവങ്ങളാണ് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിലേതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടാണല്ലോ നമ്മളിൽ നിന്ന് എത്ര ആളുകൾ മരിച്ചു പോകുന്നു. എപ്പോ ഒന്നും അറിയില്ല. എന്നിട്ടാണ് നമ്മൾ ഈ സന്തോഷത്തോടെ സമൃദ്ധിയോടെ ഇങ്ങനെ ജീവിക്കുന്നത്. ആലുവയിൽ വന്ന് എന്നോടൊരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ കൂട്ടുകാരൻ മരിച്ചുപോയി. ചാലക്കുടിക്കടുത്ത് നല്ല ചെറുപ്പക്കാരനാണ്. അവനൊരു സ്ഥലം വാങ്ങിയിരുന്നു. ആ സ്ഥലത്ത് നിറയെ തെങ്ങുകളായിരുന്നു. ആ സ്ഥലത്തുള്ള തെങ്ങുകളൊക്കെ മാറ്റിയിട്ടത് വിൽക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഒരു ദിവസം രാവിലെ ഇവനും അവന്റെ 2 കൂട്ടുകാരും പോയിട്ട് ഈ തെങ്ങുകളെല്ലാം JCB ഉപയോഗിച്ച് മറിച്ചിടുകയാണ്. മറിച്ചിടുമ്പോ 1-2 തെങ്ങുകളിൽ നിന്നെടുത്ത ഇളനീർ കരിക്ക് അവരിങ്ങനെ വെട്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ കിഴക്കോട്ട് നോക്കി നിൽക്കുന്നു. മറ്റു 2 പേരും പടിഞ്ഞാറോട്ടും. JCB ഒരു തെങ്ങ് മറിച്ചിടുന്നു. പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുന്നവർ അത് കാണുന്നുണ്ട്. ഇവനിങ്ങനെ കരിക്ക് വെട്ടുകയാണ്. ഒരു കമുങ്ങിൽ വന്നത് വീഴുന്നു. ആ കമുങ്ങ് നേരെ വന്ന് ഈ നല്ല ചെറുപ്പക്കാരന്റെ ശരീരത്തിലേക്ക് അങ്ങ് വീഴുന്നു. ആ സ്പോട്ടിൽ തന്നെ അവൻ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്യുന്നു. 1-2 മാസം മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഒരു ഹുദവിയായ കൂട്ടുകാരൻ മരിച്ചുപോയി. 7:30 മണി 8 മണി സമയത്ത് കൂട്ടുകാർക്ക് അവൻ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് അവന്റെ മരണം സംഭവിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, നമുക്കിടയിൽ ഇങ്ങനെ സംഭവിക്കുകയാണ്. യാത്ര ഇങ്ങനെ തുടരുകയാണ്. ഞാൻ പറയുന്നു, നല്ലവരാണെങ്കിൽ നല്ല മരണം. നമുക്കതാ വേണ്ടത്, പുഞ്ചിരിയോടെയുള്ള മരണം. അല്ലാമ ഇഖ്ബാൽ മരിക്കാൻ കിടക്കുന്ന വേളയിൽ ജ്യേഷ്ഠൻ വന്നുകൊണ്ട് ഇഖ്ബാലിനോട് ചോദിച്ചു, ഇഖ്ബാൽ, എന്ത് വസിയത്താണ് ചെയ്യാനുള്ളത്? ഇഖ്ബാൽ അതിന് മറുപടി പറഞ്ഞു, ഒരു വസിയത്തുമില്ല, ഒന്നും ചെയ്യാനില്ല. മുസൽമാൻ മൗത്ത് സേ നഹീ ഡർത്താ, ഒരു മുസ്ലിം ഒരിക്കലും മരണത്തെ പേടിക്കുന്നവനല്ലല്ലോ എന്ന് പറഞ്ഞ് ഇഖ്ബാലിന്റെ അവസാനത്തെ കവിത ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? നിശാനെ മറദ് മുഅ്മിൻ ബാത്തു ഗോയം, നിശാനെ മറദ് മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളം ബാത്തു ഗോയം. നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അവൻ മരിക്കുന്ന വേളയിൽ പുഞ്ചിരി അണിഞ്ഞുകൊണ്ടവൻ മരിക്കലാണ് എന്ന് പറഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞു അല്ലാമ ഇഖ്ബാൽ. നല്ലവരങ്ങനെയായിരിക്കും. അല്ലാഹുവേ, ആ നല്ലവരിൽ നീ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തേണമേ നാഥാ. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോ ഭാര്യ തൊട്ടടുക്കൽ നിന്ന് പൊട്ടിക്കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ പോവുകയാണല്ലോ. ഇനി എനിക്കാരാൻ എന്റെ വേദനയെ, എന്റെ വേദനയെ. ബഹുമാനപ്പെട്ടവര് പറയുന്നത് വേദനയല്ല, എന്റെ ആനന്ദമേ, എന്റെ സന്തോഷമേ. നാളെ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ കണ്ടുമുട്ടാൻ പോവുകയാണ്. മുഹമ്മദൻ വഹിസ്ബാ, മുഹമ്മദ് നബിയെയും തന്റെ കൂട്ടുകാരായ സ്വഹാബികളെയും കാണാൻ പോവുകയാണ്. അതുകൊണ്ട് സന്തോഷമല്ലേ എന്ന് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നല്ലവരാണെങ്കിൽ ഇങ്ങനെ, ചീത്തയാളുകളാണെങ്കിലോ ദുർമാർഗികളായ കള്ളവാദികളാണ് എങ്കിൽ മുഅ്മിനീങ്ങളെ നിങ്ങൾ ചിന്തിക്കണം. ഇതേതെങ്കിലും ഒന്ന് ഉറപ്പാണല്ലോ, ഏതെങ്കിലും ഒന്ന് ഉറപ്പാണല്ലോ. ഫനുസുലും മിൻ ഹമീം, നരകത്തിലെ ചുക്ക് തിളക്കുന്ന വെള്ളം കൊണ്ടുള്ള സൽക്കാരം കിട്ടും. എപ്പോ? മരിക്കുന്ന സമയത്ത്, മരിക്കുന്ന സമയത്ത് കിട്ടും. വതസ്ലിയത്തു ജഹീം, വതസ്ലിയത്തു ജഹീം, നരകത്തിന്റെ കരിക്കലും കിട്ടും. ഒരു സംശയവും വേണ്ട. ഇന്ന ഹാദാ ലഹുവൽ ഹഖ്ഖുൽ യഖീൻ. നമ്മൾ ഓതുന്ന സൂറത്താണ് വാഖിയ. ആ വാഖിയയുടെ അവസാനം തീർച്ചയായും ഇത് ഉറപ്പായ സത്യമാണ്.
ഹദീസിൽ കാണാം, ഒരു മദ്യപാനി മരിക്കുകയാണെങ്കിൽ കള്ള് കുടിക്കുന്ന ഒരാൾ മരിക്കുന്ന സമയത്ത് നരകത്തിലെ ചീഞ്ചലം അള്ളാഹുവിന്റെ മലക്കുകൾ അവന്റെ ശരീരത്തിലേക്ക് അവന്റെ മുഖത്തെ കൊഴിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ക്രൂരമായ പരലോക യാത്രയുടെ തുടക്കം. അള്ളാഹു കാക്കുമാറാകട്ടെ. നന്നായിട്ട് ആമീൻ പറയൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. നല്ലവരാണെങ്കിൽ മൻ സല്ലാ യൗമൽ ജുമുഅത്തി അൽഫ മറ, 1000 വട്ടം പ്രാവശ്യം ഒരാൾ ഹബീബായ നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ ലം യമut ഹത്താ യറാ മഖ്അദഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു അവന് നൽകുന്ന ഇരിപ്പിടം കാണാതെ അവൻ മരിച്ചു പോവുകയില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. പരലോകയാത്ര നല്ലവരാണെങ്കിൽ നന്നായി, ചീത്തയാളുകളാണെങ്കിൽ ചീത്തയാളുകളായി. അതൊരു പരീക്ഷയിലെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും തുടക്കം എന്നതുപോലെ നമ്മൾ അറിയും. സ്വർഗവാസി നരകവാസി. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ ജന്നത്ത് ഭി ജഹന്നം ഭി, യേ ഖാകി अपनी फितरत में न नूरी है न नारी है. സ്വർഗവാസിയാകുന്നതും നരകവാസിയാകുന്നതും ഏതൊരാളും അവന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് എന്നാണ്, അവന്റെ കർമ്മങ്ങൾ കൊണ്ടാണ് എന്നാണ് കവി ഓർമ്മിപ്പിക്കുന്നത്. മരണം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ അടുത്ത ഘട്ടം എല്ലാവർക്കും അറിയാം. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി, ഒരു ദിനമുണ്ടൊരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര. 3 കഷ്ണം തുണി ചുറ്റി മുറിയാതെ വിക്റ് ചൊല്ലി, ഖബറിലേക്കുള്ളൊരു പോക്ക് മനസ്സിൽ നീ ഓർത്തൊന്നു നോക്ക്. തൊട്ടിലീലാടിയ കുട്ടി പച്ച മണ്ണോട് ചേർന്നങ്ങൊട്ടി. പരലോകത്തേക്കുള്ള മനുഷ്യന്റെ യാത്രയുടെ അടുത്ത ഘട്ടമാണ് മയ്യിത്ത് കട്ടിൽ എന്ന് പറയുന്നത്. ഈ മയ്യിത്ത് കട്ടിലും അങ്ങനെ തന്നെയാണ്. ഒന്നുകിൽ സ്വർഗവാസിയാണെങ്കിൽ നരകവാസിയാണെങ്കിൽ, നല്ലത് അല്ലെങ്കിൽ ചീത്ത. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ വുളിഅത്തിൽ ജനാസത്തു അലാ സരീരിഹാ, കട്ടിലിന്റെ മേലിൽ ഒരു മയ്യിത്ത് മനുഷ്യൻ അങ്ങ് വെക്കപ്പെട്ടു കഴിഞ്ഞാൽ വഹ്തമലഹൽ റിജാൽ അലാ അഅനാഖിഹിം, അവരുടെ തോളുകളിൽ ആളുകൾ ഈ മയ്യിത്ത് കട്ടിലങ്ങ് പിടിച്ചിട്ട് അവരുമായി മുന്നോട്ട് പോകുമ്പോ ഇൻകാനത്ത് സ്വാലിഹാ, മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, സഹോദരിമാരെ, എത്രയോ ആളുകൾ നമ്മൾ കൊണ്ടുപോകാറില്ലേ? നാളെ നമ്മളും കാണേണ്ടതാണെന്ന് ഓർമ്മയോടെ ഈ സദസ്സിൽ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുമോ? ഈമാനോടുകൂടെ ചിന്തിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ മയ്യിത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകുമോ? എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകുമോ? വഇൻകാനത്ത് ഗൈറു സ്വാലിഹാ, നല്ല മനുഷ്യനല്ല എങ്കിൽ അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഓർക്കണം, നമ്മളത് ഓർത്തെടുക്കണം. ഇധർ ജിന്ദഗി കാ ജനാസാ ഉഠേഗാ, ഉധർ ജിന്ദഗി ഉനകെ ദുൽഹൻ ബനേഗാ. ഇവിടെ ജീവിതം ഒരു വീട്ടിൽ നിന്ന് പുതിയാപ്പള ചമയുമ്പോ അടുത്ത വീട്ടിൽ നിന്ന് മരിച്ചവനെ മയ്യിത്തുമായിട്ടാണ് ഇറങ്ങുന്നത്. ഒരു വീട്ടിൽ പുതിയാപ്പള ഇറങ്ങുമ്പോ അടുത്ത വീട്ടിൽ മയ്യിത്തിറങ്ങുകയാണ്. മുൽക്കേ അദമ്മയാറോ
ക്യാ ഈദ് ഹോ രഹി ഹേ, എന്താണ് അവിടെ ഒരു പെരുന്നാൾ, എന്താണ് അവിടെ ഒരാൾക്കൂട്ടം, ആർക്കു വേണ്ടിയാണ് അവിടെ പുതുവസ്ത്രങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്? അതാരുടെയും പെരുന്നാളല്ല, അതാർക്കും വേണ്ടി കൊണ്ടുവന്നതല്ല. മർനെ വാലാ ജാതാ ഹേ കപ്പടെ ബദൽ ബദൽ കർ, അത് വസ്ത്രമെല്ലാം മാറിയിട്ട് മരിച്ചവൻ യാത്രയാവുകയാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു വഇൻകാനതു ഗൈറു സാലിഹാ, അവൻ മദ്യപാനിയാണ്, വ്യഭിചാരിയാണ്, ഇതിനെയൊക്കെ പുച്ഛിക്കുന്നവനാണ്, നരകമെന്ന് കേൾക്കുമ്പോൾ അതൊക്കെ വരുമ്പോ നോക്കാമെന്ന് ചിന്തിക്കുന്നവനാണ്. അങ്ങനെയുള്ള ഒരാളാണ് എങ്കിൽ അവൻ വിളിച്ചു പറയുന്നു യാ വൈലഹാ, എന്റെ നാശമേ, എന്റെ കഷ്ടമേ, ഐന തദ്ഹബൂന ബിഹാ, എങ്ങോട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? എന്നെ കൊണ്ടുപോകല്ലേ എന്നിവൻ വിളിച്ചു പറയുന്നത്. യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യനല്ലാത്ത എല്ലാ ജീവജാലങ്ങളും വസ്തുക്കളും ഇവന്റെ ഈ അലർച്ച കേൾക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങളുടെ അടുക്കലേക്ക് ബക്കറ്റുമായിട്ട് സംഘാടകർ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും നല്ല ഒരു സംഖ്യ, ഞാൻ വളരെ ചെറിയ സംഖ്യയാണ് കിട്ടുന്നത്, ഈശ്വര അതേ ഉള്ളൂ കാര്യം. നിങ്ങളെല്ലാവരും നല്ല ഒരു സ്വതക്ക ഈ സദസ്സിൽ വെച്ച്, ചെറിയ 10ഉം 20ഒന്നും ഇടാതെ എല്ലാവരും കഴിയുന്നവരൊക്കെ 100, 500 കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ നല്ലൊരു സ്വതക്കായിക്കോട്ടെ. അള്ളാഹു തആല എന്തുദ്ദേശത്തോടു കൂടെയാണോ നിങ്ങൾ ചെയ്യുന്നത്, അള്ളാഹു ആ സ്വതക്കകൾ മുഴുവൻ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. മരിക്കുന്ന ഒരാൾ യാത്രയാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അസ്ബഹ ഹാദാ മുർതഹിലൻ അനിദ് ദുനിയ, ഈ മരിച്ചയാൾ നല്ലവനാണ് എങ്കിൽ അവനുണ്ടാകുന്ന അനുഭവങ്ങളാണ്. ഇവൻ ദുനിയാവിൽ നിന്ന് സുഖത്തോടെ പോകുന്നവനാണ്. എങ്ങനെയാണ് പോകുന്നത്? ഫഇൻ കാന ഖദ് റദിയ, അവൻ തൃപ്തിപ്പെട്ടവനാണ് എങ്കിൽ ഫലാ യസുറുഹു അൻ യർജിഅ ഇല ദുനിയാ, ഈ ദുനിയാവിലേക്ക് ഇനി ഒന്ന് തിരിച്ചു വരൽ അതൊരിക്കലും അവന് തൃപ്തിയാവുകയില്ല. കമാ ലാ യസുറു അഹദുകും അൻ യർജിഅ ഇലാ ബത്നി ഉമ്മിഹി, മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരാളും ഇഷ്ടപ്പെടാത്തതുപോലെ ഒരു വിശ്വാസിയായവൻ, നല്ലവൻ ഒരിക്കലും ഇനി ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ ഇഷ്ടപ്പെടുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലെങ്കിലോ നല്ലവനല്ലെങ്കിലോ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ ഒരല്പസമയം എനിക്ക് പിന്തിച്ചു തരുമോ? റബ്ബി, അല്ലാഹുവേ എന്റെ രക്ഷിതാവേ എനിക്കൊന്ന് പിന്തിപ്പിച്ചു തരുമോ? റബ്ബി ർജിഊൻ, അല്ലാഹുവേ എന്നെ ഒന്ന് മടക്കി തരുമോ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്, അല്ലാഹുവേ ഞാൻ ഉപേക്ഷിച്ചു പോയ എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്തു കൊള്ളാമെന്ന് മടക്കാൻ ആവശ്യപ്പെടും. നല്ലവനാണെങ്കിൽ നേരെ തിരിച്ച് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തുഹ്ഫത്തുൽ മുഅ്മിൻ, അത് മുഅ്മിനിനുള്ള ഒരു സമ്മാനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, അല്ലാഹു തമ്പുരാൻ ഈ യാത്രയുടെ അടുത്ത ഘട്ടം നിശ്ചയിച്ചിരിക്കുന്നത് ഖബറാണ്. ഖബർ വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചെളിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും നൽ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലെ അടവാകും വിടവിനെ വാറിലേ. കനവേറും വീതം കല്ലും മണ്ണും അതിന്മീതെ മറമാടും ഖബർ ബഹുജോറിലേ. മറമാടും ഖബർ ബഹുജോറിലേ.
ഇഷ്ടജനങ്ങളെ വിട്ടുപിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ താണി എന്നിലാരെന്ന് ഉലകത്തിൽ താണി എന്നിലാരെന്ന് ഒരു മനുഷ്യനെ ഇനി കൊണ്ടുപോയി വെക്കുന്നത് അവന്റെ ഖബറിന്റെ ഉള്ളിലാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ അവന്റെ വിശ്വാസം അവന്റെ മരണം അവന്റെ മയ്യിത്ത് കട്ടിൽ നല്ലവനാണെങ്കിൽ അൽ ഖബറു ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഒന്നുകിൽ സ്വർഗ്ഗത്തിലെ ഒരു തോട്ടം അല്ലാഹു നൽകുമാറാവട്ടെ ഔ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ അല്ലെങ്കിൽ നരകത്തിലെ ഒരു കുണ്ട് ഏതൊരു മനുഷ്യനും എവിടെ നിന്നാണോ ഉണ്ടാക്കപ്പെട്ടത് ആ മണ്ണിലേക്കാണ് അവൻ മടങ്ങുക എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരം ഏത് മണ്ണിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടതാണോ അങ്ങോട്ടേക്കാണ് നമ്മൾ മടങ്ങിപ്പോകുന്നത്. മറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി ഫറഅ ജമാഅതൻ യഹ്ഫിറൂന ഖബറൻ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ അടുക്കലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, ഇതാരുടെ ഖബറാണ്? ഹബ്ശിയുൻ ഫമാത്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്യോപ്യക്കാരനായ ഒരാൾ മരിച്ചു പോയതാണ്. റസൂലുള്ള പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സീഖ മിൻ അർളിഹി വസമാഇഹി വതുറുഖിഹി അല്ലതി ഖുലിഖ മിൻഹാ. ആ മനുഷ്യന്റെ ഭൂമിയിൽ നിന്ന് അവന്റെ ആകാശത്ത് നിന്ന് അവൻ പടക്കപ്പെട്ട മണ്ണിലേക്ക് അവൻ മടങ്ങി വന്നിരിക്കുകയാണ്. മിൻഹാ ഖലഖനാകും, നമ്മൾ സമ്മാനിക്കാറില്ലേ ആർക്കും നൽകുന്ന സമ്മാനം 3 പിടി മണ്ണല്ലേ ഉമ്മാക്ക് നൽകാൻ കഴിയുന്നത്, പോറ്റി വളർത്തിയ ഉപ്പാക്ക് നൽകാൻ കഴിയുന്നത് ഈ 3 പിടി മണ്ണ് മാത്രമല്ലേ? അത് പറയുമ്പോൾ നമ്മൾ പറയുന്നതല്ലേ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും, മണ്ണിൽ നിന്ന് നിങ്ങൾ പടക്കപ്പെട്ടവരാണ്, മണ്ണിൽ നിന്ന് നിങ്ങൾ വീണ്ടും വരുന്നവരാണ്. വമിൻഹാ നുഖ്രിജുകും, ആ മണ്ണിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നവരും. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ, ആ മണ്ണിൽ നിന്ന് വീണ്ടും നിങ്ങൾ തിരിച്ചു വരുന്നവരുമാണ്. ഓർക്കാറുണ്ടോ നിങ്ങൾ? ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ഖബറുകൾ കണ്ടവരാണല്ലോ, പള്ളിക്കാട്ടിലൂടെ നടന്നവരാണല്ലോ. നമ്മൾ പറഞ്ഞുവല്ലോ പള്ളിക്കാട്ടിലുള്ളവരോട്, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, നിങ്ങളിതാ നിങ്ങളോട് ചേരുന്നവരാണ്. നിങ്ങൾ ഞങ്ങളുടെ മുമ്പേ പോയവർ, ഞങ്ങൾ നിങ്ങളുടെ പിന്നിൽ വരുന്നവർ. കാൽ കൊണ്ടാ ഭൂമിയിൽ ചവിട്ടി നടക്കുമ്പോ നിന്റെ കാലിന്റെ കീഴെ ഉപ്പയുണ്ടെന്ന കാര്യം, ഉമ്മയുണ്ടെന്ന കാര്യം, കൊമ്പ് കുലുക്കി നടക്കുന്നവരുണ്ടെന്ന കാര്യം. ഔർദം ലേലോ ഔർദം ലേലോ ഖനീച്ചാओ से उड़ने वाले, ഒരൽപ്പം കൂടെ ഒന്ന് കാത്തു നിൽക്കുമോ? ഈ തണലിൽ വിശ്രമിക്കുന്നവരെ, മൈലാഞ്ചിയുടെ ചുറ്റുപാടുകളിൽ താഴെ വിശ്രമിക്കുന്നവരെ ഒരൽപ്പം കൂടെ ഒന്ന് കാത്തു നിൽക്കുമോ? ഹം ഭി ചൽതേ ഹൈ സറാ ഖശ്ക് പസീന ഹോ ജായേ, ഞങ്ങളും ഇതാ നിങ്ങളുടെ പിന്നാലെ വരുന്നവരാണ്. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഖബർ വല്ലാത്തൊരു അനുഭവമാണ്. പരലോകയാത്രയിലെ ഏറ്റവും വലിയ ഒരു സങ്കേതമാണത്. നല്ലവരുമായി നമ്മൾ സഹവസിക്കുന്നത് പോലെ നല്ലവരുടെ അടുക്കൽ നമ്മൾ അടക്കം ചെയ്യപ്പെടാനും ആഗ്രഹിക്കണം. അതൊരു കാര്യമാണ്. പരലോകയാത്രയിൽ നമ്മുടെ ഖബറുകൾ നന്നാവണം. എത്രയോ ആളുകൾ മരണപ്പെട്ട് ഇങ്ങനെ കിടക്കുന്ന, തൊട്ടടുക്കൽ വ്യഭിചാരി, അതിനിപ്പുറത്ത് മദ്യപിക്കുന്നവൻ, ഇതൊന്നും നമുക്കൊരിക്കലും ഭൂഷണമല്ല. അല്ലാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കേണ്ട കാര്യമാണ്. ഇദ്ഫനൂ മൗതാകും വസത ഖൗമിൻ സ്വാലിഹീൻ, നല്ല ആളുകൾ
കൊണ്ടുപോയി നിങ്ങളിൽ നിന്ന് മരിച്ചവരെ നിങ്ങൾ മറമാടണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ മരിച്ചുപോയി, ഇപ്പുറത്ത് മദ്യപാനി, അതിന്റെ അപ്പുറത്ത് പലിശക്കാരൻ, അതിനപ്പുറത്ത് വ്യഭിചാരി, ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഇന്നൽ മയ്യിത യതഅല്ലാ ബിജാരിസ്സൂ കമാ യതഅല്ലൽ ഹയ്യു ബിൽ ജാരിസ്സൂഇ. ചീത്തയാളെ കൊണ്ട് ഒരയൽവാസി ജീവിച്ചിരിക്കുമ്പോ ബുദ്ധിമുട്ടുന്നത് പോലെ നല്ല ആ ചീത്തയാളെ കൊണ്ട് ഖബറിലും ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കും. റസൂലേ, അങ്ങനെ ഉണ്ടാകുമോ? ഉണ്ടാകുമെന്ന് സ്വാദിഖുൽ മസ്ദൂഖായ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചെല്ലു, സ്വലാത്ത് മറക്കല്ലേ. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടെ ഉറക്കെ ഈമാനോടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഉസ്താദ് ഇവിടെ പറഞ്ഞല്ലോ, ഒരു നന്മ ചെയ്താൽ അത് ഖബറിൽ വരികയാണ്. നല്ല സുന്ദരനായ സുമുഖനായ നല്ല നിറമുള്ള ഒരു മനുഷ്യൻ അവന്റെ ഖബറിന്റെ ഉള്ളിലേക്ക് വരും. ഞാൻ ഖബറിലാണെങ്കിൽ ചോദിക്കുകയാണ്, ഖബറിലുള്ളവൻ ചോദിക്കുകയാണ്, മൻ അന്ത, നീ ആരാണ്? എന്റെ ഖബറിൽ എന്തിന് നീ വന്നു? വന്നവൻ തിരിച്ചു ചോദിക്കുന്നത്, അമാ താരിഫുനി, എന്നെ നീ അറിയില്ലേ? അനൽ ഖുർആനുല്ലതി അസ്ഹർത ലൈലക, രാത്രി ഉറക്കമൊഴിച്ച് എല്ലാവരും കിടന്നുറങ്ങുമ്പോ ഭാരത്തിൽ എഴുന്നേൽക്കാൻ പോലും മടിച്ചിരിക്കുമ്പോ എന്നെ നീ ഊതിയല്ലോ. അങ്ങനെയുള്ള ഞാൻ ഈ ഖബറിൽ നിനക്ക് സമാധാനമാകാൻ വന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ മറുപടി പറയുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിസ്കാരം ഖബറിൽ വരും, നോമ്പ് ഖബറിൽ വരും, അവന്റെ ഇബാദത്തുകൾ ഖബറിൽ വരും. മുഅ്മിനീങ്ങളെ, അങ്ങനെ നന്മ നമ്മൾ ഖബറിൽ അനുഭവിക്കും. ചീത്തയാണെങ്കിൽ പറയുകയും വേണ്ടല്ലോ. സയ്യിദുനാ ഉന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു. ഖബർ കാണുമ്പോൾ അദ്ദേഹം കരയും. ഉസ്മാനോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഖബർ കാണുമ്പോ കരയുന്നത്? അവിടുന്ന് മറുപടി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞത്, ഇന്നൽ ഖബറ, തീർച്ചയായും ഈ ഖബറുണ്ടല്ലോ, അവ്വലു മൻസിലും മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തുള്ള വീടുകളിൽ വെച്ച് ആദ്യത്തെ വീട് ഖബറാണ്. ആരെങ്കിലും ഈ ഖബറിൽ രക്ഷപ്പെട്ടാൽ അതിനുശേഷമുള്ളത് മുഴുവൻ അവൻ എളുപ്പമാണ്. ഇതിലാരെങ്കിലും പരാജയപ്പെട്ടാൽ അതിനുശേഷമുള്ളത് മുഴുവൻ പരാജയത്തിലാണ്. എന്റെ കക്കാലത്തുള്ള ഈ പ്രദേശത്തുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരിമാരെ, നിങ്ങളൊക്കെ ഒന്നാലോചിക്കണേ. നമുക്കെല്ലാവർക്കും പോയി കിടക്കാനുള്ള ഒരിടം അവിടെ ഉണ്ടല്ലോ. അതല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ കിടക്കുന്നത്, ആ കിടപ്പാടം നമ്മോട് എല്ലാ ദിവസവും വിളിച്ചു പറയുന്നുണ്ട്, അന ബൈത്തുൽ വഹദ, അന ബൈത്തുൽ ഗുർബ, അന ബൈത്തുൽ ഉൽമാ, അന ബൈത്തുൽ തുറാബ്, അന ബൈത്തുൽ ദൂദ്. ഞാൻ ഇരുട്ടിന്റെ വീടാണ്, ഞാൻ ഏകാന്തതയുടെ വീടാണ്, ഞാൻ മണ്ണിന്റെ വീടാണ്, ഞാൻ പുഴുക്കളുടെ വീടാണ്. ഇതാണ് എനിക്ക് നിനക്ക് തരാനുള്ളത്. പകരം നിനക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ നീ എന്താണ് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ നീ തയ്യാറാക്കിയിട്ടുള്ളത്? മഹാന്മാര് പേടിച്ചു, നമുക്ക് പേടില്ല. ഒന്ന് ചിന്തിക്കുക, ഒന്നാലോചിക്കുക. അബൂദർ റളിയല്ലാഹു അൻഹു, അവരൊക്കെ പേടിച്ചിരുന്നു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ആരാ? ദാരിദ്ര്യം കൊണ്ട് ഇസ്ലാമിനെ വളർത്തിയ ആളാണ്. ദുനിയാവില് ഒന്നും സമ്പാദിക്കാതെ മരിച്ചുപോയ ആളാണ്. ഒന്നും സമ്പാദിക്കാതെ അള്ളാന്റെ ദുനിയാവിൽ മരിച്ചുപോയ ആളാണ്. മിഠായ
कैसरो किसरा के इस्तिबदाद को किसने वो क्या था जोर हैदर फक्र बूസർ സിദ്ഖ സൽമാനി. ഇസ്രയുടെയും കൈസറിന്റെയും കോട്ടക്കൊത്തളങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ കീഴിൽ വന്നത് അതൊക്കെ എങ്ങനെ കിട്ടിയതാ? അതൊക്കെ എങ്ങനെ കിട്ടിയതാണ്? അത് അലി ഇബ്നു അബീ താലിബിന്റെ ധൈര്യം, അതുപോലെ സൽമാനുൽ ഫാരിസിയുടെ അപ്രകാരം തന്നെ തന്ത്രങ്ങൾ, അതുപോലെ അബൂദർ അൽ ഗിഫാരിയുടെ ദാരിദ്ര്യം, ഇങ്ങനെയൊക്കെ സഹിച്ചിട്ട് കിട്ടിയതാണ് അത് എന്നാണ് ഇഖ്ബാൽ പറയുന്നത്. സ്നേഹമുള്ളവരൊന്ന് ആലോചിച്ച് നോക്കൂ. ആ മഹാൻ പറഞ്ഞത് അലാ ഉഖ്ബിറുകും ബിയൗമി ഫഖരി, ദുനിയാവിലുള്ള ദാരിദ്ര്യമൊന്നും ഒരു ദാരിദ്ര്യമല്ല, എന്റെ യഥാർത്ഥ ദാരിദ്ര്യം എന്നാണെന്ന് നിങ്ങളോട് ഞാൻ പറയട്ടെ. യൗമുൻ ഊളഉ ഫീ ഖബ്രി, എന്റെ ഖബറിൽ ഞാൻ വെക്കുന്ന എന്നാണ്. നമ്മൾക്ക് പേടില്ലല്ലേ? ഇസ്ലാമിൽ ഒരു ഖലീഫ ഉണ്ടായിരുന്നു, അഞ്ചാം ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അഞ്ചാം ഖലീഫ. അമവിയ ഭരണകൂടത്തിലെ പ്രമുഖനായ ഖലീഫയാണ്. അദ്ദേഹം നല്ല സുന്ദരനായിരുന്നു, സുമുഖനായിരുന്നു. അദ്ദേഹം സുഗന്ധം ഉപയോഗിച്ചിരുന്നു, നടന്നു പോകുന്ന വഴികൾ പരിമളം പരിലസിച്ചിരുന്നു. എന്തൊരു സൗന്ദര്യമാണ് അദ്ദേഹത്തിന്റെ നടത്തം. ഉമരിയ നടത്തം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഖലീഫയായി മാറിയപ്പോ ആകെ മാറിപ്പോയി. അദ്ദേഹത്തിന്റെ ഉസ്താദായ അബൂ ഹാസിം എന്ന് പറയുന്ന പണ്ഡിതൻ ഡമസ്കസിലെ അദ്ദേഹത്തിന്റെ ആസ്ഥാനം സന്ദർശിക്കാൻ വേണ്ടി ഒരിക്കൽ പോയി. പോയ സമയത്ത് ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കാണുന്നില്ല. തലസ്ഥാനത്ത് ചെന്നതാണ്. അവസാനം കണ്ടു, കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ, ആകെ ഇങ്ങനെ ജടക്കുത്തിയിരിക്കുന്ന മുടി, ആകെ ഇങ്ങനെ വല്ലാതെ കുഴിഞ്ഞുപോയ കൺതടങ്ങൾ. ഉസ്താദ് ചോദിച്ചു, ഇതെന്താണ്? കാനമർക്കബുക അലിയ, നിങ്ങളുടെ വാഹനം നല്ല എ ക്ലാസ് ബെൻസ് ആയിരുന്നുവല്ലോ. നല്ല വസ്ത്രമായിരുന്നുവല്ലോ, നല്ല സുന്ദരമായിരുന്നുവല്ലോ നിങ്ങളുടെ മുഖം. നല്ല സുന്ദരമായ വദനമായിരുന്നുവല്ലോ. നല്ല സുഭിക്ഷമായ ആഹാരമായിരുന്നുവല്ലോ. സെക്യൂരിറ്റികൾ നിങ്ങൾക്കുണ്ടായിരുന്നുവല്ലോ. നിങ്ങൾ അമീറുൽ മുഅ്മിനീനൊക്കെ അല്ലേ, പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ ഒരു മാറ്റം? അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പ്രിയപ്പെട്ട ആ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, അല്ലയോ ഉസ്താദേ, എന്തായി പറയുന്നത്? നിങ്ങൾ എന്തായി ചോദിക്കുന്നത്? കൈഫ ലൗ റഅയ്തനീ ബഅദ സലാസ് വഅന ഫീ ഖബ്രി, എന്റെ ഖബറിൽ ഞാൻ വെക്കപ്പെട്ട് 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും എന്റെ അവസ്ഥ? നിങ്ങൾ ആലോചിക്കണം. ഞാനിതൊന്നും വിശദമായി പറയുന്നില്ല. 3 ദിവസം കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? വഖദ് സാലഹദഖതായ അലാ വജിനതായ, എന്റെ കണ്ണുകളെല്ലാം എന്റെ കവിൾ തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. വൻശഖ ബത്നി, എന്റെ വയറെല്ലാം പിളർന്നിട്ടുണ്ട്. പുഴുക്കളെല്ലാം എന്റെ ശരീരത്തിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എന്നെ കണ്ടാൽ ഈ ദിവസം എന്നെ നിങ്ങൾ വിമർശിച്ചതിനേക്കാൾ വലിയ വിമർശനമായിരിക്കുമല്ലോ അന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തീരുമാനിച്ചത് എന്ന് മുഅ്മിനീങ്ങളെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരാളും രക്ഷപ്പെടുന്ന ഒന്നല്ലല്ലോ, ഒരാളും. ആ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കേ നീ
വീണപൂവ് എന്ന കവിതയിൽ കുമാരനാശാൻ പാടുകയാണ്, ഒരു പൂവ് നല്ല സുന്ദരമായിരുന്നു, ശോഭിച്ചു നിൽക്കുകയായിരുന്നു. ശ്രീഭൂവിലസ്ഥിര അസംശയമിന്നു നിന്റെ യാഭൂതിയങ്ങ് പുനരങ്ങു കിടപ്പിതോർത്താൽ കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശുമണ്ടാകുമേ മലരു വിസ്മൃതമാകുമിപ്പോൾ എണ്ണീടുകാർക്കുമിതി താൻ ഗതി സാധ്യമെന്തോ കണ്ണീരിനാലവനി വാഴുകിനാവു കഷ്ടം. ആർക്കും വരാവുന്ന ഒരു ഗതിയാണ് ഈ പൂവ് മണ്ണോട് ചേർന്ന് പോകുന്നത് പോലെയുള്ള ഗതി എന്നാണ് കുമാരനാശാൻ പറയുന്നത്. ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു വലിയ സയ്യിദുൽ താബിഈൻ എന്നറിയപ്പെടുന്നയാളാണ്. താബിഈകളുടെ നേതാവ് ഹസനുൽ ബസരി റളിയല്ലാഹു തആല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും മോശക്കാരനായ ഒരു സാഹിത്യകാരനുണ്ടായിരുന്നു ഫറസ്ദഖ്. നന്നായിട്ട് കവിത എഴുതും. അറബി ഭാഷയിൽ ഫറസ്ദഖിനെ വെല്ലാൻ അധിക പേരൊന്നുമില്ല. അത്രയും നന്നായിട്ട് കവിത എഴുതുന്ന ആളായിരുന്നു ഫറസ്ദഖ് എന്ന് പറയുന്ന വലിയ കവിശ്രേഷ്ഠൻ. ഒരു സ്ത്രീ ഒരിക്കൽ മരിച്ചുപോയി. ആ സദസ്സിൽ രണ്ടുപേരും വന്നു. പള്ളിയിലെ ഉസ്താദായിരുന്ന ഹസനുൽ ബസരിയും വന്നു, നാട്ടിലെ കാരണവരായിരുന്ന ഫറസ്ദഖും വന്നു. ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഈ സദസ്സിൽ ഇന്ന് ഈ ലോകത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും നല്ല ആളുണ്ട്, ഏറ്റവും ചീത്ത ആളുണ്ട്. ഞാനിത് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും ഇതിങ്ങനെ കേൾക്കുമ്പോ ഒരുപക്ഷെ ഈമാൻ വർദ്ധിക്കേണ്ടതാണ്, ആർക്കും ഈ ചിന്തകൾ ഉണ്ടാകേണ്ടതാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഇങ്ങനെ മയ്യത്തിന്റെ പിന്നാലെ നടന്നു. ഇയാളാണെങ്കിൽ മുഴുവൻ സമയം വെള്ളത്തിലാണ്. ഫറസ്ദഖ് എപ്പോഴും മദ്യം കുടിച്ച് ഇങ്ങനെ പാട്ടുപാടി നടക്കുന്ന ഒരാളാണ്. അങ്ങനെ ആ പെണ്ണിനെ ഖബറടക്കിയതിനു ശേഷം എല്ലാവരും ഇങ്ങനെ ആ ഒരു ഖബറടക്കിയ ആ ഒരു മുഹൂർത്തത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഫറസ്ദഖ് അങ്ങ് പാടാൻ തുടങ്ങി, അഖാഫു വറാഅൽ ഖബ്രി ഇല്ലം തുആഫിനി അശദ്ദ മിനൽ ഖബ്രി ഇൽതിഹാബൻ വഅളിയഖ ഇദാ ജാഅനി യൗമൽ ഖിയാമത്തി ഖായിദു അനീഫുൻ വസവാഖുൻ യസൂഖുൽ ഫറസ്ദഖ ലഖദ് ഖാബ മിൻ ഔലാദി ആദമ മൻ മശാ ഇലൻ നാരി മഗ്ലൂലുൽ ഖലാലത്തി ഖലാദത്തി അസ്റഖ. ഈമാൻ തുളുമ്പുന്ന കവിതയായി പോയി അത്. അല്ലാഹുവേ, ഖബറിലെ ഭീകരത, ഖബറിലെ ശിക്ഷ, ചങ്ങലക്കെട്ടുകളുമായി അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകേണ്ട ഭീകരമായ രംഗം, അത് കേട്ടു നിന്നവർ മുഴുവനും അങ്ങ് കരഞ്ഞുപോയി. ഹസനുൽ ബസരിയും കരഞ്ഞുപോയി. കരഞ്ഞുകൊണ്ട്